സ്നേഹിതരെ, ആഗമനകാലം 3-ാം ഞായറിൽ ദിവ്യബലി മധ്യേ വായിക്കുന്ന വചനഭാഗം യോഹന്നാൻ 1-ാം അധ്യായം 6 മുതൽ 8 വരെയും 19 മുതൽ 28 വരെയുമുള്ള വാക്യങ്ങളാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗം യേശുവിന് സാക്ഷ്യം വഹിക്കുന്നതിൻ്റെ പ്രാധാന്യം എടുത്തു കാട്ടുന്നു. കഴിഞ്ഞ ആഴ്ച മർക്കോസ് സുവിശേഷകൻ സ്നാപയോഹന്നാനെ അവതരിപ്പിച്ചു. അവിടെ സുവിശേഷകൻ സുവാർത്തയുടെ വിളംബരം ഉയർത്തിക്കാട്ടി. ഈ ആഴ്ചയിൽ യോഹന്നാൻ സുവിശേഷകൻ ആഗതനാകുന്ന ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്ന സ്നാപയോഹന്നാനെ അവതരിപ്പിക്കുകയാണ്. പ്രഘോഷണം, സാക്ഷ്യം, ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടതുപോലെ പ്രഘോഷണം ആഗമനം വിളിച്ചറിയിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തിയുടെ സങ്കല്പവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഫോർ റണ്ണർ. എന്നാൽ സാക്ഷ്യത്തിന് മതപരവും നിയമപരവുമായ മുഖമുദ്രകൾ ഉണ്ട്. കാരണം സാക്ഷ്യം ശ്രോതാക്കളെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നു. കൂടാതെ നിയമ നടപടികളിൽ ഒരു സാക്ഷിക്ക് മുഴുവൻ സത്യവും പറയുവാൻ ഉത്തരവാദിത്വമുണ്ട്. സാക്ഷ്യം നൽകുന്നയാൾക്ക് വിവരങ്ങൾ മറച്ചു വയ്ക്കാൻ കഴിയുകയില്ല. അപ്രകാരം യോഹന്നാൻ നൽകുന്ന സാക്ഷ്യത്തിന് മതപരവും റിലീജിയസ്, നിയമസംബന്ധിയുമായ ലീഗൽ രണ്ട് മുഖങ്ങളുണ്ട്. ശ്രോതാക്കളെ യേശുവിലുള്ള വിശ്വാസത്തിലേക്ക് നയിക്കുകയാൽ യോഹന്നാന്റെ സാക്ഷ്യം മതപരമായി തീരുന്നു. പിൽക്കാലത്ത് യേശുവിനെ വിചാരണ ചെയ്യുന്ന യഹൂദ പ്രമാണികളാൽ അയക്കപ്പെടുന്ന പ്രതിനിധികളുടെ, ഫരീസയരുടെയും നിയമജ്ഞരുടെയും മുൻപാകെ യോഹന്നാൻ യേശുവിന് സാക്ഷ്യം വഹിക്കുന്നതിനാൽ ഈ സാക്ഷ്യം നിയമസംബന്ധിയുമായി മാറുന്നു. മറ്റ് 3 സുവിശേഷങ്ങളിൽ നിന്നും അല്പം വ്യത്യസ്തമായ ഒരു ദൗത്യമാണ് യോഹന്നാന് 4-ാമത്തെ സുവിശേഷത്തിൽ നിർവഹിക്കാനുള്ളത്. 4-ാം സുവിശേഷകൻ യോഹന്നാന് സ്നാപകൻ, ബാപ്റ്റിസ്റ്റ് എന്ന ശീർഷകമോ മുന്നേ പോകുന്നവൻ, ഫോർ റണ്ണർ എന്ന അടയാളപ്പെടുത്തലോ ചാർത്തി കൊടുക്കുന്നില്ല. 4-ാം സുവിശേഷത്തിൽ യോഹന്നാന് ഒരേ ഒരു ദൗത്യമേ നിർവഹിക്കുവാനുള്ളൂ: യേശുവിന് സാക്ഷിയാവുക. എന്ത് സാക്ഷ്യമാണ് യോഹന്നാൻ നൽകിയത്? 7-ാമത്തെ വാക്യത്തിൽ 2 കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമതായി, ഇരുണ്ടതും സത്യസന്ധമല്ലാത്തതുമായ ഒരു ലോകത്തിലേക്ക് സത്യം കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ വെളിച്ചത്തെക്കുറിച്ച് യോഹന്നാൻ സാക്ഷ്യം നൽകുന്നു. ഇവിടെ യേശു എന്ന യഥാർത്ഥ പ്രകാശത്തിനാണ് യോഹന്നാൻ സാക്ഷ്യം നൽകുന്നതെന്ന് സുവിശേഷകൻ സമർത്ഥിക്കുന്നു. കൂടാതെ യഥാർത്ഥ പ്രകാശത്തിന് സാക്ഷ്യം നൽകുക വഴി യോഹന്നാൻ പ്രകാശമല്ലെന്നും ആകയാൽ തന്നെ യഥാർത്ഥ പ്രകാശത്തിന് താൻ വിധേയനാണെന്നും സുവിശേഷകൻ ഇവിടെ വ്യക്തമാക്കുകയാണ്. രണ്ടാമതായി, യോഹന്നാന്റെ സാക്ഷ്യം കേട്ടവർ വെളിച്ചത്തിൽ, ക്രിസ്തുവിൽ വിശ്വസിക്കും. യോഹന്നാന്റെ സാക്ഷ്യം ശ്രോതാക്കളുടെ വിശ്വാസത്തിന് വഴിയായി മാറുന്നു. അപ്രകാരം യോഹന്നാന്റെ സാക്ഷ്യത്തിൽ വിശ്വാസത്തിന്റെ വിത്തുകൾ വാഗ്ദാനം ചെയ്യപ്പെടുന്നതായും സുവിശേഷകൻ വ്യക്തമാക്കുകയാണ്. ആത്യന്തികമായി യോഹന്നാൻ ക്രിസ്തു വ്യക്തിത്വത്തിൽ, ദ പേഴ്സണാലിറ്റി ഓഫ് ജീസസ്, ക്രിസ്തു വ്യക്തിത്വത്തിൽ നിന്ന് മാറി കേവലം ഒരു സാക്ഷിയായി നിലകൊള്ളുന്നു. യോഹന്നാന്റെ സാക്ഷ്യത്തിൽ പ്രകടമാകുന്ന മറ്റൊരു സവിശേഷത
യോഹന്നാന്റെ തന്നെ വ്യക്തിത്വത്തെ സംബന്ധിക്കുന്നതാണ്. തൻ്റെ സ്വത്വം അന്വേഷിച്ചു വരുന്നവരുടെ മുൻപിൽ താൻ ക്രിസ്തു അല്ല എന്ന് ചോദിക്കാതെ തന്നെ യോഹന്നാൻ വെളിപ്പെടുത്തുന്നു. ഞാൻ അല്ല, ഐ ആം നോട്ട് എന്ന യോഹന്നാന്റെ ഭാഷ്യം ക്രിസ്തുവിൻ്റെ വ്യക്തിത്വം വെളിപ്പെടുത്തുന്നു. ഞാൻ ആകുന്നു, ഐ ആം. ക്രിസ്തു തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന ഈ പ്രയോഗത്തിന് വൈരുദ്ധ്യമായി യോഹന്നാന്റെ സാക്ഷ്യം നിലകൊള്ളുകയാണ്. തുടർന്ന് യോഹന്നാൻ തൻ്റെ വ്യക്തിത്വം വെളിപ്പെടുത്തുകയാണ്. ക്രിസ്തുവിൻ്റെ ആഗമനത്തിന് മുന്നോടിയായി ഏലിയായോ പ്രവാചകന്മാരിൽ ഒരാളോ വരുമെന്ന് വിശ്വസിച്ചിരുന്ന യഹൂദർ യോഹന്നാനോട് ഇവരിൽ ഒരാളാണോ എന്ന് ചോദിക്കുന്നു. ഇതിന് ഉത്തരമായി മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമാണ് താനെന്ന് യോഹന്നാൻ അവർക്ക് മുൻപിൽ വെളിപ്പെടുത്തുകയാണ്. ആയതിനാൽ യേശുവിന് സാക്ഷ്യം നൽകുന്ന ശബ്ദമാണ് യോഹന്നാൻ. സാക്ഷ്യത്തെ സംബന്ധിക്കുന്ന സംവാദത്തിനൊടുവിൽ യോഹന്നാൻ അവരുടെ ശ്രദ്ധ യേശുവിലേക്ക് തിരിക്കുകയാണ്. സ്നാനത്തെ സംബന്ധിക്കുന്ന അവരുടെ ചോദ്യത്തിന് മറുപടി നൽകാതെ യേശുവിൻ്റെ മഹത്വം ഉയർത്തിക്കാട്ടി തൻ്റെ വ്യക്തിത്വം യേശുവിന് കീഴ്പ്പെട്ടിരിക്കുന്നുവെന്ന് യോഹന്നാൻ അവരെ ബോധ്യപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, യോഹന്നാന്റെ സാക്ഷ്യത്തെ സംബന്ധിക്കുന്ന വചനഭാഗം ആഗമനകാലത്ത് നമുക്ക് ലഭിക്കുന്ന തികച്ചും അനുയോജ്യമായ ഒരു വിഷയമാണ്. നമ്മുടെ സാക്ഷ്യങ്ങളിൽ കേന്ദ്ര ബിന്ദുവായി മാറേണ്ടത് ക്രിസ്തുവാകണം. പ്രഘോഷിക്കുന്നവർ പ്രഘോഷിക്കപ്പെടുന്നവന് വിധേയരാകണമെന്ന ഓർമ്മപ്പെടുത്തൽ യോഹന്നാന്റെ സാക്ഷ്യത്തിൽ അടങ്ങിയിട്ടുണ്ട്. യോഹന്നാൻ നമ്മുടെയും സാക്ഷ്യത്തിന് മാതൃകയായി നിലകൊള്ളുകയാണ്. മാംസമായവനും നമ്മുടെ മധ്യത്തിലായിരിക്കുന്നവനും വരാനിരിക്കുന്നവനുമായ ക്രിസ്തുവിന് യോഹന്നാനെ പോലെ സാക്ഷ്യം നൽകാൻ ദൈവം നമ്മെ നിയോഗിച്ചിരിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.